ഒരു പ്രദേശത്ത് 100 മുസ്ലിം പള്ളികൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു പുതിയ പള്ളി ആവശ്യമെങ്കിൽ എന്തുകൊണ്ട് നൽകിക്കൂടാ എന്നൊരു തരത്തിലുള്ള ഒരു പരാമർശം സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ കാണുകയുണ്ടായി. ഈ ഒരു പരാമർശത്തിന്റെ വെളിച്ചത്തിൽ നമുക്കതൊരു ആശ്വാസകരമാണോ? എന്താണ് അതിലെടുക്കാനുള്ള ടേക്ക്? അല്ല, അതിൻ്റെ വാർത്ത വന്നപ്പോഴേ പിന്നെ ഭയങ്കരമായി ചാനലുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചോദ്യം ആവർത്തിച്ച് അതിന് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കുറേ വിശകലന കുറിപ്പുകളും ഇപ്പോൾ വാട്സപ്പ് കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സുപ്രീം കോടതിയിൽ നിന്ന് പള്ളി നിർമ്മാണത്തിന് വലിയൊരു പച്ചക്കൊടി വീശിക്കൊണ്ടിരിക്കുന്നു, ഇതുവരെയുള്ള കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുന്നു, എന്തോ ഒരു വലിയ വിധി വന്നിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഇത് ആഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിധി വന്നിട്ടില്ല. സുപ്രീം കോടതിയുടെ മുമ്പിൽ ആ കേസ് എത്തി, ആ കേസ് ടേക്കപ്പ് ചെയ്ത് തുടങ്ങി, ഒരു ചോദ്യം അതിൻ്റെ ഭാഗമായിട്ട് കോടതി ഉന്നയിച്ചു. അതിന് വാദം നടക്കാനുണ്ട്, ആ 2 വാദവും പ്രതിവാദവും കേൾക്കാനുണ്ട്, എന്നിട്ട് അതിൽ അന്തിമ വിധി വരാനുണ്ട്. അപ്പോൾ ആ അന്തിമ വിധി എന്താകും എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ആശങ്ക തന്നെയാണ്. സാധാരണ കോടതി ചോദിച്ച ചോദ്യം പിന്നെ വിധി വരുമ്പോൾ അതിന് നേരെ എതിരുവാണെന്ത് പലപ്പോഴും ഉണ്ടാവില്ല. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണത്. അപ്പോൾ അതുകൊണ്ട് അത്ര വളരെ ആവേശകരമായിട്ട് അതിൽ കൊണ്ടാടാൻ ഒന്നുമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും ഒരു പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഭയങ്കരമായ ആ ക്യാപ്ഷൻ ഉണ്ട്, അത് ചെറിയൊരു വാചകമാണെങ്കിലും വലിയൊരു സന്ദേശവും വലിയൊരു ആശ്വാസവും ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതായത് പൊതുവെ ആളുകൾക്ക് ധാരണയാണ് പള്ളി നിർമ്മാണം എന്ന് പറഞ്ഞാൽ എത്ര പള്ളികളാണ് ഇവർക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ മലപ്പുറം ജില്ലത്തെ വിഷയമാണല്ലോ പറയുന്നത്. ഇതിപ്പോൾ ഈ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ അമരമ്പലം പഞ്ചായത്താണത്. അമരമ്പലം പഞ്ചായത്തിൽ പിന്നെ തോട്ടേക്കാട് എന്നുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്തുള്ള ഒരു വിഷയമാണത്. അപ്പോൾ അത് ഏകദേശം 6 വർഷം പഴക്കമുള്ള വിഷയമാണ്. 6 വർഷം മുമ്പ് തുടങ്ങിയൊരു നിയമവ്യവഹാരം അത് പല ചെറിയ കോടതികളിൽ നിന്ന് വന്ന് ഹൈക്കോടതിയിൽ വന്ന്, ഹൈക്കോടതിയിൽ നിന്ന് ആ പള്ളിയുടെ ആളുകൾക്ക് പ്രതികൂലമായ വിധി കിട്ടി. അതായത് അവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പിന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ആ ബിൽഡിംഗ് അവിടുത്തെ പരിസര പ്രദേശത്ത് പിന്നെ ആളുകൾക്ക് നിസ്കരിക്കാൻ അവിടെ സൗകര്യമില്ല, തൊട്ടടുത്ത് സൗകര്യമില്ല. അപ്പോൾ സൗകര്യമില്ലാത്തതുകൊണ്ട് അതൊന്ന് പള്ളിയാക്കി തരം മാറ്റി കിട്ടുക എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു ബിൽഡിംഗ് റൂൾ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് എന്ത് ചെയ്തു, പിന്നെ പഞ്ചായത്തിൽ നിന്ന് പാസ്സാക്കി എടുത്തു. അതിൻ്റെ ഒരു ഉദ്ദേശം എന്തായാലും ആ ഉദ്ദേശവുമായി നമ്മൾ 2-3 വർഷം മുന്നോട്ട് പോയിട്ട് നമുക്ക് തോന്നുന്നത് ആ ബിൽഡിങ്ങിൻ്റെ പിന്നെ ഇത് മാറ്റണം, ലക്ഷ്യം മാറ്റണം, തരം മാറ്റണം എന്ന് തോന്നിയാൽ അതിന് ഓപ്ഷൻ ഉണ്ട്. അതിന് അപേക്ഷ കൊടുത്താൽ മതി. ആ അപേക്ഷ കൊടുത്താൽ എന്ത് ചെയ്യും, ആ തരം മാറ്റി അവർ തരും. പക്ഷേ അത് ആരാധനാലയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ആ അന്നത്തെ നിയമം അനുസരിച്ച്, ഇപ്പോഴത്തെ നിയമമല്ല, ഈ 6 വർഷം മുമ്പുള്ള നിയമം അനുസരിച്ച് അത് കലക്ടർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് അനുവാദം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പഞ്ചായത്ത് അത് കലക്ടർക്ക് പോയി. കലക്ടർ മുമ്പിലെത്തിയപ്പോൾ നേരത്തെയുള്ള ഒരു പൊതുബോധം മുന്നിൽ വെച്ചുകൊണ്ടാണ് കലക്ടറിൽ തീരുമാനമെടുത്തത്. അതായത് മുസ്ലിങ്ങൾക്ക് ഇഷ്ടംപോലെ പള്ളി ഉണ്ടല്ലോ, അത് അവിടെ ഇവിടെയൊക്കെ പോയി നിസ്കരിച്ചാൽ പോരെ, എന്തിനാപ്പോൾ പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കേണ്ട കാര്യം. കാരണം ഒരു സ്ത്രീയാണ് തോന്നുന്നു അതിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ത്രീയുടെ വാദം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്തൊക്കെ പള്ളിയുണ്ട്, പിന്നെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ പ്രശ്നമാണ് എന്ന രീതിയിലാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന സ്വഭാവമാണ് എന്ത്, കുറച്ച് പൊതുസമൂഹത്തിലുള്ള ഒരു ധാരണ. പിന്നെ മാത്രമല്ല അവർക്ക് എവിടെയും നിസ്കരിക്കാമല്ലോ, പിന്നെ അപ്പോൾ അതിന് പള്ളിയുടെ ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ആരെന്ത് പറഞ്ഞത്, പിന്നെ കലക്ടറിൽ ഇടപെട്ടുകൊണ്ട് അത് കൊടുക്കേണ്ട തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇവർ ഹൈക്കോടതി പോകുന്നത്. ഹൈക്കോടതി തന്നെ ആ വാദം അതേപോലെ കലക്ടറുടെ പിന്നെ പരാതിക്കാരിയുടെ വാദം അതേപോലെ സ്വീകരിച്ചുകൊണ്ട് ഇവർക്ക് തള്ളുകയാണ് ചെയ്ത്. അതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെത്തിയത്. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം, അതായത് ഇപ്പോൾ 35 പള്ളിയുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ സുപ്രീം കോടതി ചോദിക്കണത് 100 പള്ളി ഉണ്ടെന്ന് വിചാരിക്കുക. 100 പള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എന്താ അവിടെ പള്ളി ആവശ്യമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ പിന്നെ കൊടുക്കുന്നതിന് എന്താ കുഴപ്പം എന്ന ആ ചോദ്യം ഒരു ഈ പറഞ്ഞ പൊതുബോധ നിർമ്മിതികളെ മുഴുവൻ അട്ടപ്പട്ടലം പൊടിച്ച് കളയുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം എത്ര കാലം നിലനിൽക്കുന്നുള്ള കാര്യത്തിൽ അന്തിമ വിധി വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്കതിൽ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഈ ഒരു മുൻവിധി നമ്മൾ മാറ്റാൻ ഈ കോടതിയുടെ ചോദ്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ സ്ഥലത്തെ പള്ളി എടുക്കാൻ വേണ്ടി അതിൻ്റെ സ്ഥലമൊക്കെ വാങ്ങി അതിന് ആദ്യം കിണർ കുഴിക്കുമല്ലോ, വെള്ളം കണ്ടാലല്ലേ ബാക്കി കാര്യം നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ തൊട്ടടുത്ത അയൽവാസി വന്നിട്ട് ഇവിടെ പിന്നെ പറ്റില്ല, ഇവിടെ പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ പറ്റില്ല എന്നങ്ങനെ പ്രശ്നമാക്കി. കാരണം പള്ളി ഉണ്ടാക്കി ഞങ്ങൾക്ക് ഭയങ്കര ശല്യവും അങ്ങനെയാവും പ്രശ്നമാവും. അപ്പോൾ ആളുകളൊക്കെ ഇടപെട്ട് സംസാരിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കി, അങ്ങനെ അവർ പിൻവാങ്ങി. പിന്നെ അവിടെ ആ പള്ളി വന്നപ്പോൾ ഇപ്പോൾ പള്ളി വന്ന് നോക്കുമ്പോൾ അവരവിടെ താമസിക്കുന്നുണ്ട്, അവർക്ക് ഒരു പ്രശ്നമില്ലാന്ന് മാത്രമല്ല ആ പള്ളിയും ഈ വീടും തമ്മിൽ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് പള്ളി വന്നപ്പോഴാണ് എന്താണ് പള്ളി എന്ന് മനസ്സിലായതും അവരാ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. അവർക്ക് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സഹകരണാടിസ്ഥാനത്തിലാണ് പോകുന്നത്. അപ്പോൾ അതൊരു മുൻവിധിയാണ്. അത് സ്വാഭാവികമായിട്ടും പിന്നെ ശരിക്കും പ്രാക്ടിക്കലായി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് തിരുത്താൻ പറ്റും. പിന്നെ എപ്പോഴും ഈ പിന്നെ ശരിക്കും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് നമുക്കിവിടെ ആരാധിക്കാം, അതുപോലെ ആരാധിക്കാനുള്ള സ്ഥാപനങ്ങൾ പള്ളികൾ ഉണ്ടാക്കാം, അതിനുള്ള പെർമിഷൻ തരണം, ഇതൊക്കെയാണുള്ള നിയമം, അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. പക്ഷേ അപേക്ഷയായിട്ടാണ് ചെന്ന് കഴിഞ്ഞാലുള്ള സാഹചര്യം എന്ന് വെച്ചാൽ എങ്ങനെ ഈ പള്ളി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ത് ഈ അപേക്ഷ സ്വീകരിക്കുന്ന ആളുകൾ പലപ്പോഴും, ഞാൻ കാടടച്ച് പറയല്ല, പക്ഷേ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥന്മാരും ആളുകളും ഈ വിഷയത്തെ അങ്ങനെയാണ് കാണാറുള്ളത്. ഈ കലക്ടർ അടുത്ത് നിന്ന് അതിന് അനുവാദം കിട്ടുന്ന സമയമുണ്ട്, അന്ന് എന്തൊക്കെ കലക്ടർ വക അന്വേഷണം, പിന്നെ തഹസിൽദാർ വക ഒരു അന്വേഷണം, പോലീസിൻ്റെ ഒരു എൻക്വയറി, ഇവരൊക്കെ വന്നിട്ട് സമീപത്ത് വീടുകളിലൊക്കെ ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമ്പോൾ അവരൊന്നും പറയില്ല. പിന്നെ ഇവർ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇല്ലേന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന രൂപമുണ്ടല്ലോ, പിന്നെ ചോദിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ചില സ്ഥലത്ത് നമുക്ക് അറിയുന്ന അനുഭവങ്ങളാണെന്ത്,
ഈ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് വിളിച്ച് ഈ അയൽവാസികൾ ഓരോന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തുക. എന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് അവർക്ക് ഇവരെന്നെ അപേക്ഷ എഴുതി കൊടുക്കുക. എന്നിട്ട് ഇവരെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങുക. എന്നിട്ട് പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കടലാസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ചെറിയ ആരെങ്കിലും ഒരു വെള്ളക്കടലാസ് ഒരു സാധനം എഴുതി കൊടുത്ത് ഒരു പള്ളിക്ക് പെർമിഷൻ കൊടുക്കില്ല. അതിന് ജെനുവിനിറ്റി ഉണ്ടോ? അയാൾക്ക് വേറെ എന്തൊക്കെ ദേഷ്യം ഉണ്ടാവാം. ചിലപ്പോൾ അവിടെ പള്ളി ഉണ്ടാക്കുന്ന വ്യക്തികളോട് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ഒരു ഭൂമി നമ്മൾ ഒരു പള്ളിക്ക് വേണ്ടി ഒരു വില പറഞ്ഞൊരു സ്ഥലത്ത് അത് കുറച്ച് വില കൂടുതലായതുകൊണ്ട് ആ കച്ചവടം ഒഴിവായിട്ട് പുറത്ത് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ കച്ചവടം ഒഴിവായതിൻ്റെ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യും? അത് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന കുഴപ്പമുണ്ടാക്കും. ഇങ്ങനെ ആളുകൾക്ക് പല പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒരു പരാതി കിട്ടുമ്പോഴേക്ക് പരാതി ഉണ്ട് എന്നുകൊണ്ട് വേഗം സ്റ്റോപ്പ് ആക്കുന്ന അവസ്ഥ. എന്നാൽ തൊട്ടപ്പുറത്ത് ഒരു ബാർ വരുന്നുണ്ട് എന്നൊരു സ്കൂളിൻ്റെ അടുത്താണെങ്കിൽ വേറെ എവിടെയാണെങ്കിലും അതിന് ഒരുപാട് റീസണബിൾ ആയ കാരണം ചുറ്റിയാലും അതൊക്കെ വളരെ സാങ്കേതികമായ കുരുക്കുകളിലൂടെ അതൊക്കെ അഴിച്ചുകൊണ്ടെടുക്കും. അത് അവിടെ എന്തില്ല, ഇങ്ങനത്തെ ഒരു സൂക്ഷ്മത നമുക്ക് പലപ്പോഴും കാണാറില്ല. പക്ഷേ ഈ പഞ്ചായത്തുകളിലേക്ക് ഇതിൻ്റെ അനുവാദം കൊടുത്തതുകൊണ്ട് ഇപ്പോൾ അത് കുറേ റിലാക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം കുറേ സാങ്കേതിക കുരുക്കുകൾ റിലാക്സ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു. പക്ഷെ എന്നാലും പഴയ പൊതുബോധത്തോടു കൂടി നിലകൊള്ളുന്ന ചില പഞ്ചായത്തുകളും ചില ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് കൂടിയുള്ളൊരു സന്ദേശം എന്തിലുണ്ട്, ഈ സുപ്രീം കോടതിയുടെ ഈ ചോദ്യത്തിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഭരണഘടനാ അവകാശം എന്ന് പറയുന്നത് ഒരു കണ്ണാടിയിൽ ഇങ്ങനെ കാണിച്ചു തന്നാൽ പോരാ, അത് നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ഭരണഘടനയിൽ എന്തൊരു പള്ളി ഉണ്ട്, നമുക്ക് മൗലികാവകാശത്തിൽ പഴക്കാന്നുണ്ട്. പക്ഷെ അത് പള്ളി ചെന്നെടുക്കുമ്പോൾ കിട്ടാത്തൊരവസ്ഥ എന്തല്ല ഒരു കാരണവശാലും പറ്റില്ല. അപ്പോൾ മതപ്രബോധനത്തെ തടയാൻ കൊണ്ടുവന്ന രീതിയാണ് നിർബന്ധ മതപരിവർത്തനത്തിനെതിരെയുള്ള നിയമം 12 സംസ്ഥാനങ്ങളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ നിയമം വരുന്നതോടുകൂടി അതിലേക്കുള്ള വഴിയല്ല മതപ്രബോധനം എന്ന് പറയുന്നത്. അപ്പോൾ മതപ്രബോധനം തന്നെ വേണ്ടാന്നാണ് അതിൻ്റെ വേറെ രീതി. അപ്പോൾ ആ വളഞ്ഞു തിരിഞ്ഞ രീതിയിലൊക്കെ അത് ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ, ഈ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ പഞ്ചായത്തുകളിൽ നിന്ന് ഇപ്പോൾ പള്ളിക്ക് പെർമിഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പൊതുവെ പരിഹരിച്ചിട്ടുണ്ട്. ഇനി സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിധി, അന്തിമമായ വിധി ഒരു അനുകൂലമായിട്ട് വരിക കൂടിയാണ് എങ്കിൽ അത് രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുകൂലമായിരിക്കും.